ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. തേങ്ങയൊന്നും അരക്കാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മൾ 4 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ടത്. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണക്ക് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ഇട്ട്, ചെറിയ സവാളയാണ്, സവാള അധികം ആകരുത്. അപ്പോൾ നമ്മുടെ കടലക്കറിക്ക് ഒരു മധുര രസമൊക്കെ വരും കേട്ടോ. അപ്പോൾ ചെറിയൊരു സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി ചൂടായി കിട്ടിയാൽ മതി. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. തീ കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. തീ ഇപ്പം കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് തേങ്ങ നരക്കണില്ലല്ലോ, അതുകൊണ്ട് മസാലകളൊന്നും ഓവറാവരുത് കേട്ടോ. ഓവറായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത്രയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി ഫുള്ളായിട്ട് കേട്ടോ. മുളകും പൊടി 3/4 ഉള്ളൂ. ഇനി അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഗരം മസാലയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പൊടികളൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ കടല. 1 കപ്പ് കടലയാണ് കേട്ടോ. കടല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഒരുപാട് മസാലകളൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഫുള്ളിലിട്ടിട്ട് 3 വിസിലടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം കുറച്ച് സമയം സിമ്മിലിടുന്നുണ്ട് കേട്ടോ. ഇനി വിസിലടിക്കട്ടെ. നമ്മൾ 3 വിസിലടിച്ചിട്ടു. ഇപ്പോൾ ഇനി നമ്മൾ സിമ്മിലിട്ട് കൊടുക്കുകയാണ്. കുറച്ച് സമയം സിമ്മിലിട്ടതിന് ശേഷം നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് കേട്ടോ, അതിൻ്റെ എയർ പോയതിന് ശേഷം തുറക്കാൻ പാടുള്ളൂ. നമ്മൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം.
തുറന്ന് നോക്കിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കടലയും കണ്ടാൽ തന്നെ അറിയാം നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തേങ്ങയൊന്നും അരക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പുട്ടിൻ്റെ കൂടെ കഴിക്കാം, അതുപോലത്തെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കടല ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. കണ്ടില്ലേ, നമ്മൾ കടലൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കടലക്കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് കടലക്കറി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കടലക്കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടാക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.